വെൽക്കം ടു സെർവിറ്റ് ലൈക്ക് ഷാനി. ഇന്നത്തെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ലുലുവിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഈസി കുക്ക് ബോക്സിൻ്റെ പ്രീ ലോഞ്ചിങ് ഫുഡ് റിവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയതിൽ നന്ദി പറയാനുള്ളത് ലുലു ഗ്രൂപ്പിനോടാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഈസി കുക്ക് ബോക്സ്. അപ്പോൾ ഇതുപോലത്തെ 18 ടൈപ്പ് ഈസി കുക്ക് ബോക്സ് ഉണ്ട്. എല്ലാം വെറൈറ്റി ഐറ്റംസ് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബട്ടർ ചിക്കൻ്റെ ഒരു ഈസി കുക്ക് ബോക്സ് ആണ്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇത് അവരുടെ റെസിപ്പിയാണ് ബട്ടർ ചിക്കൻ്റെ. അപ്പോൾ ഈ റെസിപ്പി ഫോളോ ചെയ്താൽ ഈവൻ കുക്കിംഗ് അറിയാത്തവർക്ക് പോലും അടിപൊളിയായി പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാൻ പറ്റും. വേറെ നമുക്ക് റെസിപ്പിക്ക് വേണ്ടിയിട്ട് പോകും വേണ്ട, റെസിപ്പിയിൽ തന്നെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസിൽ ഫസ്റ്റ് തന്നിട്ടുള്ളത് തന്തൂരി ചിക്കൻ ആണ്. അപ്പോൾ തന്തൂരി ചിക്കൻ്റെ ബോക്സ് ഇതിലുണ്ട്. അത് ഓൾറെഡി മാരിനേറ്റഡ് ആണ്, കണ്ടില്ലേ. തന്തൂരി ചിക്കൻ്റെ ആ മാരിനേഷൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് മഖാനി ഗ്രേവിയാണ്. അപ്പോൾ ഈ ബട്ടർ ചിക്കൻ്റെ ഗ്രേവിയാണ് അടുത്ത ബോക്സിൽ തന്നിട്ടുള്ളത്. ഇതാണ് ബട്ടർ ചിക്കൻ്റെ ഗ്രേവി. അത്യാവശ്യം നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനുള്ള ഗ്രേവി ഉണ്ട്. ഒരു 4-5 പേർക്ക് സെർവ് ചെയ്യാം നമുക്ക്. പിന്നെ ഉള്ളത് കുക്കിംഗ് ക്രീമാണ്. കുക്കിംഗ് ക്രീം 100 ഗ്രാം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജിഞ്ചർ ജൂലിയൻ കട്ടിങ്ങിൽ ഉണ്ടോ, കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി കട്ട് ചെയ്തതാണ് ജൂലിയൻ കട്ടിങ്ങിൽ. അതുപോലെ തന്നെ കസൂരി മേത്തി, പിന്നെ ബട്ടർ. ഈ ബട്ടറിലാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുക. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും തന്ന പോലെ തന്നെ ഈ ബോക്സിലുണ്ട്. എല്ലാ ഡിഷസും ഒന്നും ഞാനിപ്പോൾ കുക്ക് ചെയ്യുന്നില്ല കേട്ടോ, കാരണം ഒരുപാട് ടൈം എടുക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ബട്ടർ ചിക്കൻ മാത്രമാണ് ഞാൻ കുക്ക് ചെയ്ത് കാണിച്ചിരുന്നുള്ളൂ. ബാക്കി എല്ലാതും ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. പിള്ളേർക്ക് ഇഷ്ടമുള്ള 3 മെയിൻ ഐറ്റംസ് ഉണ്ട്. വെജിറ്റബിൾ നൂഡിൽസ്, അതുപോലെ തന്നെ സ്പെഗാറ്റി, ചിക്കൻ നൂഡിൽസ്. ഈ ചിക്കൻ നൂഡിൽസ് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ മോളാണ് ഉണ്ടാക്കിയത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് തരും ചെയ്ത്. കാരണം അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇൻഗ്രീഡിയൻസിലും അതുപോലെ പ്രിപ്പറേഷൻ മെത്തേഡിലൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എങ്ങനെ കുക്ക് ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെയാണ് സ്പെഗാറ്റി. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു ഇറ്റാലിയൻ ഫുഡാണ്. അതും പിള്ളേർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയായിരുന്നു. പിന്നെ സെയിം മെത്തേഡ് തന്നെ ചിക്കൻ നൂഡിൽസ് പോലെ തന്നെ വെജിറ്റബിൾ നൂഡിൽസും. ചിക്കനും എഗ്ഗും ഒന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഫുള്ള് കട്ടിങ്ങിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ പാൻ ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ചിട്ട് സെയിം ആഡ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഓൾറെഡി സോസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സോസ് ഒഴിച്ചാൽ സംഭവം റെഡിയായി. ഇതുവരെ ട്രൈ ചെയ്യാത്ത 2-3 ഡിഷസ് ഉണ്ടായിരുന്നു. പാൻസിക് കാൻഡോ എന്ന് പറഞ്ഞതൊരു ഫിലിപ്പീനോ ഫുഡാണ്. അതുപോലെ തന്നെ ബീഫ് സിസിങ്, പിന്നെ അതുപോലെ ക്യുനോവ ചിക്കൻ ബിരിയാണി. ക്യുനോവ വെച്ചിട്ട് നമ്മൾ സലാഡ് അങ്ങനെ പല ഐറ്റംസും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ചിക്കൻ ബിരിയാണി ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ബിരിയാണി ആയിരുന്നു ക്യുനോവ ചിക്കൻ ബിരിയാണി. ഹെൽത്തിയാണ് പക്ഷെ ടേസ്റ്റിയാണ്. ചിക്കൻ ഡ്രം സ്റ്റിക്ക് വിത്ത് മാഷ് ആൻഡ് ഗ്രേവി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഐറ്റം. അത് കുട്ടികളുടെ ഒരു ഫ്ലേവറിന് അനുയോജിച്ചതായിരുന്നു. കാരണം ചിക്കൻ ലെഗും കൂടെ ആകുമ്പോൾ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. പിന്നെ വെജിറ്റബിൾസും അതിൻ്റെ കൂടെ ആകുമ്പോൾ അത് കഴിച്ച് പോയിക്കോളും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സോസും കാര്യങ്ങളൊക്കെ ഓൾറെഡി അവർ തന്നിട്ടുമുണ്ട്. അതുപോലെ തന്നെ വേറെ റെസിപ്പിയാണ് ചിക്കൻ വിങ്സ് വിത്ത് ലെമൺ ഗാർലിക് പൊട്ടാറ്റോ. അപ്പോൾ അതിൽ പൊട്ടാറ്റോ ഒക്കെ നമ്മൾ അതിൽ ഓൾറെഡി മാരിനേറ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഓവനില്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ പാൻ ഗ്രില്ല് ചെയ്താലും മതി. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള വേറൊരു ഐറ്റമാണ് സാൽമൺ വിത്ത് വെജിറ്റബിൾസ്. സാൽമൺ പൊതുവെ നമ്മൾ മലയാളികൾ കഴിക്കൽ കുറവാണ്, പക്ഷെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫിഷാണ് സാൽമൺ ഫിഷ്. അപ്പോൾ അതിൻ്റെ എല്ലാവിധ സൈഡ് ഡിഷും അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസൊക്കെ സോട്ട് ചെയ്യാനും അതുപോലെ മാഷ്ഡ് പൊട്ടാറ്റോ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കംപ്ലീറ്റ് മീലായിട്ട് തന്നെ നമുക്ക് എടുക്കുകയും ചെയ്യാം. പിന്നെ ഉണ്ടായിരുന്നത് 2 നോർത്ത് ഇന്ത്യൻ ഡിഷസാണ്. കടായി പനീറും ദാൽ മഖനിയും. നമുക്കൊക്കെ നല്ല പരിചയമുള്ള 2 ഡിഷസാണ്. അതും അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്ക് ചെയ്യാൻ പറ്റി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ദാൽ മഖനിക്കൊക്കെ ആ ഫ്ലേവറും കടായി പനീറിനും പ്രത്യേക ഫ്ലേവർ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റിൽ നമുക്ക് റൊട്ടിയുടെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് ഈ 2 ഐറ്റം. പിന്നെ വെജിറ്റേറിയൻസിന് പറ്റിയ 2 ഐറ്റംസ് ആണല്ലോ ഈ കടായി പനീറും അതുപോലെ ദാൽ മഖനി. പിന്നെ ഇറ്റാലിയൻ ഡിഷായ ലസാഗ്നിയ
ചിക്കൻ ലസാഗ്നിയ, അതുപോലെ തന്നെ വെജിറ്റബിൾ ലസാഗ്നിയ, മാത്രമല്ല ബീഫിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മൂന്നും ഒരേപോലെ തന്നെയാണ് അവർ തന്നിട്ടുള്ളത്. 3 ഷീറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ്റെ പിന്നെ എന്താ പറയുക, ഗ്രേവി പോലത്തെ അത് തന്നിട്ടുണ്ടായിരുന്നു. സോസ്, ബട്ടർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ, ചീസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. മൂന്നും നല്ല കറക്റ്റായിട്ട് തന്നെ വന്ന് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാൽമൺ പറഞ്ഞ പോലെ തന്നെ വേറൊരു ഹെൽത്തി ഡിഷായിരുന്നു ചിക്കൻ ബ്രസ്റ്റ് വിത്ത് മാഷ് ആൻഡ് ഗ്രേവി. അതൊരു ഫുൾ കോഴ്സ് മീൽ പോലെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. വലിയൊരു ചിക്കൻ ബ്രസ്റ്റ് മാരിനേറ്റഡ് ആണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഗ്രില്ല് ചെയ്താൽ മതി, ഒരു 10 മിനിറ്റ് പാൻ ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ സെർലിയൻ സ്റ്റീക്ക്, ബീഫിൻ്റെ സ്റ്റീക്കാണ്. അത് നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല, ഒരു ഇംഗ്ലീഷ് റെസിപ്പിയാണ്. അപ്പോൾ സെയിം തന്നെ, ഇതൊരു കംപ്ലീറ്റ് മീലാണ്. പിന്നെ അതുപോലെ തന്നെ ബീഫ് ബർഗർ, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിഷാണ്. കുട്ടികൾക്ക് പറ്റിയൊരു വെറൈറ്റി ഐറ്റം തന്നെയായിരുന്നു ബർഗർ. ഇതും ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആയിരുന്നു. കാരണം അവർ ഓൾറെഡി ബീഫിൻ്റെ പാറ്റീസ് തന്നിട്ടുണ്ടായിരുന്നു ഉള്ളിൽ. അപ്പോൾ ഇത്രയും റെസിപ്പിയാണ് ഈ ഈസി കുക്ക് ബോക്സിൽ ഉള്ളത്. അപ്പോൾ എല്ലാവരും ലുലുവിൽ ഇത് അവൈലബിൾ ആണ് ഇപ്പോൾ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ട്. ബട്ടറിലാണ് നമ്മൾ ജസ്റ്റ് ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പാൻ ഗ്രില്ല് തന്നെയാണ് ചെയ്യണത്. അതാകുമ്പോൾ ഓവനില്ലാത്തവർക്കും ചെയ്യാം. ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ പീസ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി, എന്നാലേ നമ്മൾ ഗ്രില്ല് ചെയ്ത പോലെ ഉണ്ടാവുള്ളൂ. അല്ല കുറേ ഫ്ലെയിം കൂട്ടി വെച്ചാൽ അത് ഒരു കരിഞ്ഞ ഫ്ലേവറും വരും, ഉള്ളൊന്നും വേവില്ല. അപ്പോൾ കറക്റ്റ് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട്. ഇനി ആ ഗ്രേവിയിൽ കിടന്നിട്ട് ഒന്നും കൂടെ ആവാനും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം നമ്മൾ നന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കണ്ട. അവർ പറഞ്ഞിട്ടുള്ള ടൈം 8 മിനിറ്റ് ഓവനിലാണ്. നമുക്ക് അറൗണ്ട് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തിട്ട് ഗ്രേവിയിലിട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ 2 സൈഡും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗ്രേവിയിലിട്ടിട്ട് ഒന്നുകൂടെ വേവിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാൻ വെക്കാൻ പോവാണ്. പാൻ ചൂടായിട്ടുണ്ട്. ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ കസൂരി മേത്തി ഒന്ന് കൈ കൊണ്ട് ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പ് ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ഗ്രേവിയിൽ ഉപ്പും എല്ലാ എരിവും ഒക്കെ ഉണ്ട്. ഇനി ചിലവർക്ക് ഇത് ഉപ്പ് ആവശ്യത്തിന് ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാമെന്ന് മാത്രം. നമ്മൾ ഗ്രേവിയിലേക്ക് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ചിക്കൻ ഗ്രില്ല് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കന് ഈ ഗ്രേവിയിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ. കുറച്ച് നേരം അടച്ചു വെച്ച് വയ്ക്കും. ഒന്ന് തുറന്ന് നോക്കാം. ബട്ടർ ചിക്കൻ്റെ ആ സ്പെഷ്യൽ സ്മെല്ല് പറയാനില്ല, നല്ല മണമാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത്ര ആവശ്യമില്ലെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്താലോ. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ടൈം കുറവിൽ തന്നെ ഉണ്ടാക്കുക. കാരണം ഓൾറെഡി ഗ്രേവിയൊക്കെ തന്നിട്ടുണ്ട്. ആ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തിട്ടാൽ മതി. പിന്നെ ആ ഫ്രഷ് ക്രീം ഒഴിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബട്ടർ ചിക്കൻ വീട്ടിലുണ്ടാക്കാം. പിന്നെ ഇതൊരു നമുക്കൊരു 3-4 പേർക്ക് സെർവ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഈ കുക്ക് ബോക്സിൻ്റെ ഡിഷസിനൊന്നും അത്ര റേറ്റ് കൂടുതലൊന്നുമില്ല. നമുക്ക് നോർമൽ ഒരാൾക്ക് വാങ്ങാൻ പറ്റിയ റേറ്റ് തന്നെ ഉള്ളൂ. ഇപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ അവരുടെ റൂമിലൊക്കെ കുക്ക് ചെയ്യാൻ പറ്റിയ, വളരെ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ബട്ടർ ചിക്കനൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണല്ലോ. അപ്പോൾ ഈ കുബൂസിൽക്കും അതുപോലെ ചപ്പാത്തിൽക്കൊക്കെ കൂട്ടാൻ പറ്റിയൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. സമയത്തിൻ്റെ കാര്യം വളരെ ലാഭമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ചിക്കന് നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഗ്രില്ലിങ് ആണെങ്കിലും ഓവനില്ലാണ്ടേ നമുക്ക്
പാൻ ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് ഫ്രഷ് ക്രീം നമുക്ക് മുകളിലൂടെ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആ ബട്ടറിൻ്റെ സ്മെല്ലും അതുപോലെ ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക ഫ്ലേവറും ഒക്കെ പാടെ വരുന്നുണ്ട്. അതുപോലെ ജുലിയൻ കട്ട് ചെയ്തിട്ടുള്ള ജിഞ്ചറും കുറച്ച് മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. കസൂരി മെത്തി. അപ്പോൾ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഈ ബട്ടർ ചിക്കൻ കുക്ക് ചെയ്തത് അല്ലേ? ഇതുപോലെ തന്നെ ഈസിയാണ് മറ്റുള്ള റെസിപ്പീസ് എല്ലാം തന്നെ. അപ്പോൾ നിങ്ങൾ ലുലുവിൽ പോകുമ്പോൾ തീർച്ചയായും ഈസി കുക്ക് ബോക്സിൻ്റെ ഓരോ റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഈ ഒരു പ്രീ ലോഞ്ചിങ് ഫുഡ് റിവ്യൂവിന് തന്ന ഓപ്പർച്യൂണിറ്റി ഞാനൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് പുതിയ പുതിയ റെസിപ്പീസുമായി ഇനിയും കാണാം. അതുവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.